കഥകില്ലേ നമ്മളെ ജനലിൻ്റെ ഇത് നമുക്ക് ഭയങ്കര ഹൈലൈറ്റായി തോന്നിട്ടോ. ഇങ്ങനെ ഒരു സാധനം കേട്ടോ. ഇതിങ്ങനെ തുറക്കാടർത്തുക. ഇവിടുത്തേലേറെ രസം ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. 2 പൊളികളായിട്ടുള്ള ജനലല്ലേ. ഇവിടെ നോക്കിട്ടോ, ഇവിടെ അങ്ങനത്തെ ഒരു സാധനം 2 എണ്ണത്തിന് 1 എന്നുള്ളതാണ്. നമ്മളോടൊക്കെ കുറ്റികളല്ല ഉണ്ടാവുക, ഇങ്ങനെ കുളത്തുന്ന കുറ്റികൾ അല്ല, കൊക്ക. ഇതങ്ങനെയല്ല, ഇത് വേറൊരു മോഡൽ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? 2നും കൂടി ഒരു ജനൽ. പിന്നെ പൊതുവെ ചെറിയ ജനലാണെന്നുള്ള കേട്ടോ. നമ്മളടുത്തൊന്നും അത്ര വലിപ്പമില്ല. ഈ ഒരു സാധനം കേട്ടോ, ഈ ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കലാണ്. ഇങ്ങനെ അടച്ച് ഇനി ഇതിങ്ങനെ അടക്കി ഒന്നാണെങ്കിൽ ഇങ്ങനെ ആക്കുക. ഇനി 2 ആണെങ്കിൽ 2 അടച്ചതിന് ശേഷം ഇങ്ങനെ അവിടെ കൊളുത്തി കഴിഞ്ഞാൽ അവിടെ കിടന്ന്. പിന്നെ ഇത് പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഹുക്കാണ് കേട്ടോ. ഇതുപോലുള്ള ഹുക്കാണ്. സൈഡിലും അങ്ങനെ തന്നെ കേട്ടോ. ഈ ഒരു സൈഡിലും അങ്ങനെ തന്നെ 2 പിടിച്ച് വലിക്കാനുള്ള റൗണ്ട് റിങ്. അടിപൊളി ഇഡ്ഡലി, എന്താണ് ചട്നി, സാമ്പാർ അല്ലേ. നമ്മളെ റോട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ച തന്നെ കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് മൂപ്പര് ഉണ്ടാക്കിയത് പിന്നെ പിരിക്കുകയാണ്. അതായത് മൂപ്പര് അടർത്തുക കേട്ടോ. ഇവിടുന്ന് ഫ്രഷ് ഉണ്ടാക്കുക, ഓരോ പരിപാടിക്കും ഉണ്ടാക്കുക, കൊണ്ടുപോവുക, ഒഴിവാക്കുക, എങ്ങനെ കേട്ടോ. അതിൻ്റെ സാധനങ്ങളൊക്കെ ഊരിയിട്ട് ഈ ചാക്കിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഉണ്ടാക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു മൂപ്പര ഊരി വെക്കണമെന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് അടിപൊളി. മൂപ്പര് പറഞ്ഞു ഉള്ളിലൊന്നുണ്ട് എന്നുള്ളത്. അടിപൊളി 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 അടിപൊളി. അണ്ണാ നിങ്ങളെ പേരെന്നാ? നാഗരാജ്. എന്ത് ഏരിയ അണ്ണത്? തേവാരം. இந்த வேலை உங்களுக்கு? நாங்கள் கேரளா வேலைக்கு போவோம். இது வீரவண்டி மாரியம்மன் கவுண்டி வேலை பார்த்து. அப்படிங்களா? இது கேரளாவில் நீங்கள் வந்திருக்கா? இல்லை, வேலைக்கு வந்திருக்கு. இது உங்களை கோயில் ஆர்டர் நீங்கள் பண்ணுறது இல்லைங்களா? இது பண்ணி கொடுக்கறதா அதோ இது வச்சு போவீங்களா? இல்லை, இது நாங்கள் அந்த அம்மா வந்து வருஷம் காவடி இன்னொன்று இருக்கா? ശരി ശരി. ശരി ശരി, എടുங்க. നമ്മൾ ഉള്ളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. വലുതുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് സൈസ് ഉള്ളതാണ്. ചെറിയ സൈസ് അല്ലേ. അടിപൊളി കേട്ടോ, അടിപൊളി. കൊഞ്ചം എടുത്ത് വിട്ടാൽ നല്ലതായിരിക്കും. ഇവിടെ ശരിച്ച് വെപ്പീങ്ങളാ? ശരിച്ച് കൊഞ്ചം വൈകിട്ട് വെച്ച നല്ല. അണ്ണ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഉള്ളിലേക്ക് വെച്ചിട്ടാ. മൂപ്പര് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉള്ളിലുണ്ട് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു 2 കൂടി ഒപ്പം കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ 2 കൂടി മൂപ്പര് ഒരുമിച്ച് കാണിച്ചു തരാനുള്ള പരിപാടിയാണ് കേട്ടോ. അണ്ണൻ നമുക്ക് വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2ഉം തമ്മിലുള്ള സൈസ് മാറ്റം നോക്കുകയാണെ അത് അത്യാവശ്യം കുറേ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. കൊഞ്ചം തിരുപ്പി പാറുണ്ട്. അടിപൊളി അടിപൊളി. നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാണ് കേട്ടോ. അപ്പോൾ സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാ നാട്ടിൽ നിന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കേട്ടോ. ഒന്നിവിടെ ഇത് വലിയതാണ്, വലിയ സൈസ്. ഇത് ചെറിയ സൈസ് കേട്ടോ. അപ്പോൾ ഈ അണ്ണനാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. അടിപൊളി. അണ്ണൻ ഭയങ്കര ചിരിച്ചിട്ട് ഭയങ്കര ക്യൂട്ടാട്ടോ. മൈൻഡ് ആൾ അടിപൊളി. അണ്ണാ നன்றி അണ്ണാ. ശരി ശരി. പാത്തതോ நல்லா இருக்கு. அதுதான் வந்து சொன்னேன், கூப்பிட்டேன் അല്ല കേട്ടത്. ശരി. ഇതുപോലുള്ള പൈപ്പ് ലൈനിൽ നിന്നാണ് കേട്ടോ വെള്ളം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കൽ. അവിടെ എന്തോ ചെറിയൊരു ബിസിനസ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കൊന്ന് പോയി പരിചയപ്പെടാം. ഇവിടെ അങ്ങനെ ഒരു കട ഉണ്ട്. ഒക്കെ ഈ അക്കാമാർ ചേച്ചിമാരൊക്കെ നടത്തുന്ന സംഭവങ്ങളാട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഇതിൽ നിന്ന് ഒരുപാട് ആൾക്കാരോട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടുത്തെ പൈപ്പ് ലൈൻ സ്രോതസ്സാണ് ഇവിടെ വെള്ളത്തിൻ്റെ മെയിൻ. ഇതുപോലെയൊക്കെ ബക്കറ്റിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വണ്ടിയിൽ ബസ്സിലൊക്കെ പോകുന്ന ആളുകൾ കൊണ്ടുപോകണമെന്നാട്ടാ തോന്നണേ. നമുക്ക് ജസ്റ്റേ അവിടെ എന്താണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. കുറേ അക്കന്മാരവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ സംഭവം. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഈ റോട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കേരള. ആമാ. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഐറ്റംസ് സാധനങ്ങളാട്ടോ. ഇത് അപ്പം. വേറെ തന്നെ ഇருக்கு? ദോശ. അടിപൊളി അടിപൊളി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ബിസിനസ് ആട്ടോ അവർ ചെയ്യണേ. അക്കടെ പേരെന്നാ? കുത്തുപേശി. ഇടം എന്താ ഇടം?
അല്ല ഞാൻ சொல்றது ഏരിയ പേര് இடத்துக்கு പേര് ദേവാരം. ആ ശരി ശരി, നല്ല ഇருக்கு. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ കാണിച്ച വണ്ടി. ഇതുപോലെ വെള്ളമൊക്കെ കെട്ടി വലിക്കാൻ അടിപൊളിയാണ്. ഈ റോഡിൽ ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ, അടിപൊളി ഒരു മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം കണ്ടപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വൃത്തിയായിട്ടുള്ളൊരു ഗ്രാമം കേട്ടോ. വളരെ കളർഫുള്ളായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഭംഗിയുണ്ട് കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചതെന്നുള്ളതാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഏരിയ. ഓരോ വീടുകളും വ്യത്യസ്തമായിട്ടുള്ള കളറിൽ കേട്ടോ. തേനി മൊത്തം മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. കഴുകേണ്ടൊന്നും ആവശ്യം വന്നിട്ടില്ല, പൊടി കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തു പോയൊരു കാഴ്ച കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ബസ്സുകളുടെ ഭംഗി ആകപ്പാടെ നഷ്ടപ്പെടുത്തിയ ഒരു കാഴ്ച ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യമൊക്കെ നമ്മുടെ നാട്ടിലെ ബസ് എന്തുമാത്രം കളർഫുള്ളായിരുന്നു എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കട്ടോ. ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ബസ്സുകൾ നിൽക്കുന്നതിനെ കാണാൻ വേറെ ഭംഗിയാണ് എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രെച്ചിങ്ങൊക്കെ നോക്കണേ. ഇതൊരു ബസ്, ഒരു ബസ്, അതിൻ്റെയൊക്കെ സ്ട്രെച്ചിങ് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഭംഗിയും ആ ഒരു ഫീലിങ്ങും നോക്കി. ഒരു ബസ് എന്തുമാത്രം ഡിസൈൻ കളർഫുൾ ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കേട്ടോ. ഓ കുട്ടി ബസ് അടിപൊളി. നമ്മൾ ബസ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ ബസ്സുകൾ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരുമ്പോൾ നമ്മളെ ബസ് ഏതാണെന്നുള്ളത് നോക്കാനും തിരയാനും ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടോ. ഇതുപോലുള്ള കളർഫുൾ ബസ്സുകളാണെന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും നമ്മളെ ടൂറിസ്റ്റ് മേഖല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. അല്ലാതെ വെറും കളർ കോഡ് അടിച്ചിട്ട് നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽപ്പെട്ട സ്ഥാപനങ്ങളെപ്പോലെ നിലനിർത്തേണ്ട ഒരു പ്രസ്ഥാനമല്ലല്ലോ ബസ് പ്രസ്ഥാനം. ടൂറ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റാണ്. ആ എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ രീതിക്കുള്ള ഫെസിലിറ്റീസ് ആയിരിക്കണം. അതിൽ കളറ് ഒന്നുമല്ല, പക്ഷേ വെറുതെ വെള്ളം അടിച്ചിട്ട് നിർത്തുകയെന്ന് മാത്രം. അപ്പോൾ റോട്ടിലൂടെ ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് മലപ്പുറം. ആ ആ അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ ഒരു പന്തല് മാതിരി നമ്മുടെ നാട്ടിൽ ദാർപ്പായി ശീലൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്യുക, ഇവിടെ മൊത്തം ഓലയാണ് കേട്ടോ. ഇതുപോലുള്ള ഓലകളാണ് മേഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, മൊത്തത്തിൽ ഓലയാണ്. മഴ പെയ്താൽ പ്രശ്നമാണ്, പക്ഷേ ഇവിടെ മഴക്കാലം കുറവായതുകൊണ്ട് ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ. പിന്നെ എടുത്ത് പറയേണ്ടത് റോഡാണ് കേട്ടോ. റോഡ് ഗ്രാമങ്ങളിലെ റോഡാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഗ്രാമങ്ങളിലെ റോഡാണെന്ന് പറയില്ല. ഇതെന്തെങ്കിലും ട്രാക്കൊക്കെ വരച്ചിട്ടാണ് പഠിക്കാനുള്ള ആൾക്കാർക്ക് വരച്ചിട്ടാണെന്നൊക്കെ തോന്നുള്ളൂ കേട്ടോ. ഡ്രൈവിംഗ് സ്കൂളിലത്തെ റോഡാണെന്നൊക്കെ തോന്നുള്ളൂ. അങ്ങനെ തോന്നും എങ്കിൽ കൂടി ഇത് റിയലാണ്. ഗ്രാമങ്ങളിലെ റോഡാണ് കേട്ടോ, ഗ്രാമങ്ങളിലെ റോഡാണ്. റെഗുലറാக இந்த மாதிரி போட்டதா அண்ணா? ரெகுலராக எதுக்கு போட்டா? அப்படிங்களா, சரி சரி. അപ്പോൾ മരണ വീടുണ്ടായപ്പോൾ പോട്ടതാണ് കേട്ടോ. ശരിയാണോ? അപ്പോൾ സംഭവം എങ്ങനെയൊക്കെയാണ്, മരണ വീടുണ്ടായപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. കല്യാണത്തിനൊക്കെ ഇതേമാതിരി തന്നെ കേട്ടോ ചെയ്യലേ. ഓരോ ഗ്രാമങ്ങളിലും ഇതുപോലെയുള്ള ഒരു തറ ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഉപയോഗപ്പെടുത്തും. ഒരു നായയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. മനോഹരമായിട്ട് തെങ്ങുകൾ കൃഷി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, അടിപൊളിയായിട്ട് തെങ്ങുകൾ വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നല്ല ക്ലിയറൻസോട് കൂടിയിട്ട്, അതായത് അകലും കാര്യങ്ങളൊക്കെ പാലിച്ചിട്ട്, അതുപോലെ പൈപ്പ് ലൈൻ ഇട്ടിട്ട് വെള്ളം ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളമൊക്കെ ആവശ്യത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ചെയ്യലുണ്ടോ എന്നുള്ളത് സംശയമാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. തെങ്ങ് കൃഷിയാണ്, തെങ്ങ് കേട്ടോ. അടിപൊളി ഒരു ആൽമരം കേട്ടോ. എന്തുമാത്രം വിശാലമായിട്ട് പരന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളത് നോക്കിക്കോളി. അതിന് നേരെ ചോട്ട് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. നല്ല വണ്ണുണ്ട് കേട്ടോ അടിഭാഗമൊക്കെ. റോട്ടിലാട്ടോ, റോട്ടിലാണ്. ഗവൺമെൻറ്റിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഇവിടെ വരുന്നുണ്ട്.
പിന്നെ ക്ഷേത്രം വരുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ക്ഷേത്രം. ഒരു ചെറിയ ക്ഷേത്രം, കമ്പിവേലികൾക്കുള്ളിൽ വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാറ്റാടിയാണ് കേട്ടോ, അതായത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കുന്ന യന്ത്രമാണ്. ഒരുപാടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ, ഒരുപാട് കാണുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അവിടെ ഒന്നുണ്ട്, പിന്നെ അവിടെ ഒന്നുണ്ട്, അങ്ങനെ ഒരുപാട് എണ്ണം കാണുന്നുണ്ട്. ഡിസ്റ്റൻസ് ഒരുപാട് കീപ്പ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കൂടുതലായി പരിചയപ്പെടാം നമുക്ക്. അത് കാറ്റാടിയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ അടിയിലേക്ക് പോയിട്ട് നോക്കാം. ഇങ്ങനെ ഒരു ലൈനിലേ ഒരുപാട് കാറ്റാടികളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഏകദേശം 4 എണ്ണം കാണും. ഒന്നിവിടെ, ഒന്നവിടെ, ഒന്ന് കുറച്ച് ലോങ് ആയിട്ട് അങ്ങനെ. പിന്നെ നേരെ നമ്മൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അവിടെയൊക്കെ ഏകദേശം കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ പിന്നെ ചിലത് നമുക്ക് കാണാത്ത മരങ്ങൾ ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഏരിയയിലൊക്കെ കാണുന്നുണ്ട് ഓരോന്ന്. അപ്പോൾ റൗണ്ടാക്കിയിട്ടൊരു പ്രത്യേക ഡിസൈനിൽ കാറ്റാടികൾ വെച്ചൊരു കാറ്റാടിപ്പാടം കൂടി നമ്മൾ കണ്ടു കേട്ടോ ഈ യാത്രയിൽ. ഇത്ര അടുത്തുനിന്ന് കാറ്റാടി യന്ത്രം ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇത്രയും ഹൈറ്റിൽ എന്തുമാത്രം വണ്ണുണ്ട്. ഏകദേശം ഒരു 5 ആൾ കെട്ടിപ്പിടിക്കണ ഒരു വണ്ണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. എങ്കിലും കൂടി നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടോ ഈ യാത്രയിൽ ഇത് കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ പോണപ്പോൾ കാഴ്ചയിൽ കണ്ടതാണ് കേട്ടോ ചെറിയ ഇളം വാഴകൾ. മാഷാല്ലാ, ഇളം, അതായത് ഭയങ്കര ഭംഗിയില്ലേ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിനുള്ള വെള്ളം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രെച്ചിങ് എത്രത്തോളം മനോഹരമാണെന്നുള്ളത് ഒന്ന് വിലയിരുത്തിക്കൊള്ളിട്ടാ. ചതുരാകൃതിയിലുള്ള ഒരു ഫ്ലോട്ടാണ്. മാഷാല്ലാ, അടിപൊളി. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു പന്തൽ കാണുന്നുണ്ട് കേട്ടോ. കർഷകർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാവും. കേരള അങ്ങനെ നമ്മളെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടാണ് ഒരക്ക ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉങ്ക ആളാ ഹസ്ബൻഡ് അവർ? ശരി ശരി, നോക്കുന്ന ആളാ, ശരി. അപ്പോൾ വെണ്ടയാണ് കേട്ടോ. വെണ്ട താനേ അക്ക? ആ, വെണ്ട കൃഷി കേട്ടോ, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരാൾ പറിക്കുന്നുണ്ട്. അടിപൊളി. ഇതും നേരത്തെ പറഞ്ഞ മാതിരി കറക്റ്റ് ചതുരാകൃതിയിലുള്ളൊരു ഫ്ലോട്ടാണ് കേട്ടോ. ഇത് എங்கே കൊടുக்குற? മാർക്കറ്റിലാ? മാർക്കറ്റിൽ വണ്ടി வருவீங்களா അതോ நீங்க ஏற்றி அங்கே கொண்டு போகிறீங்களா? கொண்டு கொடுக்கும். எவ்வளோ கிலோமீட்டர் இருக்குது மார்க்கெட்டு? 3 கிலோமீட்டர். இப்போ என்ன ரேட் இருக்குது இப்போ மார்க்கெட்டில்? அந்த மாதிரி இல்லையா? நல்லா இருக்கு. ஒவ்வொரு ரேட் இல்லைங்களா? எவ்வளோ சாக்கு கிடக்கும் நமக்கு ஒரு நாளைக்கு? கிலோ கிடக்கும்? ஆ, அப்படிதான் ஒரு சாக்கு தான் கிடைக்கும் இல்லையா? சரி சரி. എന്തുമാത്രം ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കിക്കോളിട്ടാ. എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അവിടെയൊക്കെ പരന്ന് കിടക്കുന്നു കേട്ടാ. അപ്പോൾ ഇത്ര അടുത്ത് നിന്നിട്ട് നമ്മൾ കാറ്റാടി കാണുന്നത്. കാറ്റാടിൻ്റെ ലീഫ് കണ്ടോളിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എങ്ങനെയുണ്ട്? അടിപൊളി കാറ്റടിപ്പാടം.